ഇലാന്തിച്ചെടിയുടെ ചോട്ടിൽ പോയിട്ടുള്ള കടക്കലാണ്. എന്റെ കുഞ്ഞു പെങ്ങളെ, സൽക്കാരത്തിന് പോയപ്പോ പോലും നീ നിന്റെ മുഖത്ത് റോസ് പൗഡർ ഇട്ടിട്ട് നിന്റെ കവിള് തുടുപ്പിക്കുകയാണ്. ഒരുപാട് റോസ് പൗഡർ ഇട്ട് മിനുക്കിപ്പോയ കവിളാണ്. 6 അടി മണ്ണിലേക്ക് മയ്യത്തായ നിന്റെ ശരീരം വെക്കുമ്പോ ആദ്യം നിൽക്കുന്നത് ഈ ഭാഗത്തുള്ള ശീലയാണ്. മുഖത്ത് നിന്ന് ശീല മാറ്റിയിട്ട് മണ്ണോട് ചേർക്കുന്നത് പച്ച കവിളിനെയാണ്. അതുകൊണ്ട് ഖബറിലെ ആദ്യത്തെ പുഴുവിന്റെ അന്നം നമ്മുടെ കവിളാണ്. അഷ്റഫുൽ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹു തആല റെസ്പെക്ട് കൊടുത്ത അവയവമാണ് മുഖം. മുഖത്തടിക്കരുത്, അത് ഒപ്പ് മാറുന്ന പറയാറുള്ളത്. മുഖം ഇത്രയും അഷറഫായ ഒരു ഓർഗനാണ്. ഈ കവിള്, ഈ റോസ് പൗഡർ ഇട്ട് മിനുക്കിയ കവിളാണ് ആദ്യം മണ്ണ് തിന്ന എന്ന് ചിന്തിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബെനസീർ ഭൂട്ടോ ആരായിരുന്നു? തെക്കിന്റെ സൗന്ദര്യം എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വാഴ്ത്തി എഴുതിയ ബെനസീർ ഭൂട്ടോ. ആ ബെനസീർ ഭൂട്ടോ ഇപ്പൊ എവിടെയാ കിടക്കണത്? കേണൽ മുഹമ്മർ ഗദ്ദാഫി എവിടെയാണ് കിടക്കുന്നത്? ഡയാന രാജകുമാരി എവിടെയാണ് കിടക്കുന്നത്? വിൻസ്റ്റൺ ചർച്ചിൽ എവിടെയാണ് കിടക്കുന്നത്? മാർക്ക് ആന്റണി എവിടെയാണ് കിടക്കുന്നത്? ഈജിപ്തിന്റെ തരുണി മണി റോമ സാമ്രാജ്യത്തെ പിടിച്ചുലക്കിയ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന ജൂലിയസ് സീസറിന്റെ കഥയിൽ പരാമർശിക്കപ്പെട്ട ക്ലിയോപാട്ര എവിടെയാണ് കിടക്കുന്നത്? അതുകൊണ്ട് മരിച്ചിടും ജനിച്ചമർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പു മറ്റൊരന്തമറ്റ ജീവിതം ഭരിച്ചിടുന്നതാണോ മർത്യനുള്ള മേന്മയോർക്ക നീ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. സീസർ പോയി, ഹോമർ പോയി, ബ്രൂട്ടസ് പോയി, മാർക്ക് ആന്റണി പോയി, വിൻസ്റ്റൺ ചർച്ചിൽ പോയി, ഡയാന രാജകുമാരി പോയി, ക്ലിയോപാട്ര പോയി, സദ്ദാം ഹുസൈന് പോയി, മഹാത്മാഗാന്ധി പോയി, എല്ലാ ആളുകളും പോയി. അവര് മണ്ണോട് ചേർന്നിരിക്കുകയാണ്. വീണ് കിടക്കുന്ന പൂവിനോട് കവിത പാടിയ കുമാരനാശാൻ. ആഹാരമിച്ചു ചെറുലൂതകളാശു നിന്റെ ദേഹത്തിലേക്ക് ചരമാഭരണം തുകൂലം നീഹാർദ്രയായുടനുഷസ്സുമണിഞ്ഞു നിന്മേൽ നീഹാര ശീകര മനോഹര മന്ത്യഹാരം. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്തൃതമാകുമിപ്പോൾ. എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സാധ്യമെന്തോ കണ്ണീരിനാൽ അവനി വാഴ്വുക്കിനാവു കഷ്ടം. ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയങ്ങു പുനരങ്ങു കിടപ്പിതോർത്താൽ എന്ന് വീണ് കിടക്കുന്ന പൂവിനോട് കവിത പാടി കുമാരനാശാൻ. അത് മനുഷ്യന് വേണ്ടി കൂടിയുള്ള ഒരു സന്ദേശമാണ്. ഓഫീസിലേക്ക് പോകുമ്പോ മാതാവാകുന്ന സസ്യത്തിന്റെ മടിത്തട്ടിൽ രാജകുമാരിയെ പോലെ ശോഭിച്ചു നിൽക്കുന്ന പൂവ്. ആ പൂവിനെ കണ്ടപ്പോ നമുക്കും തോന്നിയിട്ടുണ്ട്, പടച്ചോനെ ഈ പൂവിന്റെ സൗന്ദര്യം നൽകിക്കൂടായിരുന്നോ? ഈ പൂവിന്റെ നൈർമൂല്യം നൽകിക്കൂടായിരുന്നോ? ഈ പൂവിന്റെ സ്നിഗ്ധത, ഈ പൂവിന്റെ മിനുസം, പട്ടുപോലെ മിനുമിനുത്തു പോയ പൂവാണ് ഈ പൂവ്. ഈ പൂവിന്റെ സുഗന്ധം ഇങ്ങനെയാവാൻ താല്പര്യമുണ്ടായിരുന്നു. ഓഫീസ് അടച്ച് സന്ധ്യ മയങ്ങിയപ്പോ വൈകുന്നേരം അതേപടി തിരിച്ചു പോകുമ്പോ മാതാവാകുന്ന സസ്യത്തിന്റെ മടിത്തട്ടിൽ പൂവിനെ കാണുന്നില്ല. പരതി നോക്കുമ്പോ അത് ഞെട്ടറ്റ് താഴെ വീണിരിക്കുകയാണ്. ആ പൂവ് വീണിരിക്കുകയാണ്.
മാറാല പൊതിഞ്ഞിരിക്കുകയാണ്, മഞ്ഞുരുള്ളികൾ മൂടിയിരിക്കുകയാണ്, ഉറുമ്പ് വന്നിട്ട് കഷ്ണം കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്, അത് മണ്ണോട് ചേർന്നിരിക്കുകയാണ്, അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. അതുകൊണ്ട് ശ്രീ ബഹുമാനം, ഐശ്വര്യം എന്നൊക്കെ പറയുന്ന സാധനം ഭൂവിലസ്ഥിര, ഈ ഭൂമിയിൽ സ്ഥിരമല്ല. അസംശയം ഇന്നു നിന്റെ യാഭൂതി അങ്ങു പുനരങ്ങു കിടപ്പിതോർത്താൽ എന്ന് പാടിയത് പൂവിനോടല്ല, നമ്മളോടാണ്. കുഞ്ഞു മക്കളെ കാണുമ്പോ പൂവേ എന്ന് പറഞ്ഞിട്ട് കവിളത്ത് ചുംബനം കൊടുക്കുമ്പോ നമ്മൾ ഓർക്കണം, ചുംബിച്ച ചുണ്ടും മണ്ണാണ്, ചുംബനമേറ്റുവാങ്ങിയ കവിളും മണ്ണാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മദീന മുനവ്വറയിൽ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളെ ആയിഷ ബീവിയുടെ കട്ടിലിന്റെ ചോട്ടില് 6 അടി മണ്ണൊരുക്കിയിട്ടവിടെ കിടക്കുകയാണ്. ഇന്നും പരിശുദ്ധ നബിയെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആളുകൾ റൗളാ ശരീഫിന്റെ ബാബുസ്സലാമിലൂടെ കേറി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ പരിശുദ്ധ നബി തങ്ങളെ മറപട്ട് കിടക്കുന്ന റൗളയുടെ തങ്കത്താഴികക്കുടത്തിന്റെ വന്ന് നോക്കുമ്പോ പരിശുദ്ധ റസൂൽ വഫാത്തായി കിടക്കുന്ന റൗളയുടെ കുബ്ബയുടെ മുകളിൽ, ചുമരിന്റെ മുകളിലായി സൗദി സർക്കാർ എഴുതി വെച്ച ഒരു ആയത്തുണ്ട്. എന്താണ് ആ ആയത്ത്? ഇന്നക മയ്യിത്തുൻ, ഇവിടെ കിടക്കുന്ന മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മയ്യിത്താൻ, വ ഇന്നഹും മയ്യിത്തൂൻ, അങ്ങയെ കാണാൻ വരുന്ന ഈ ജനങ്ങളും മയ്യിത്താൻ. ഓർക്കണം, കഴിഞ്ഞ റമദാൻ ഷരീഫിന് നമ്മളോടുകൂടെ അത്താഴത്തിൽ പങ്കെടുത്തവർ, ഇഫ്താറിൽ പങ്കെടുത്തവർ, തറാവീഹിൽ പങ്കെടുത്തവർ, ഒരുപാട് റിലീഫ് കർമ്മങ്ങളിൽ പങ്കെടുത്തവർ എത്ര പേര് ഇന്ന് 6 അടി മണ്ണിൽ നമ്മളെ കേൾക്കുന്നു, നമ്മളവരെ കേൾക്കുന്നില്ല, നമ്മളെ കാണുന്നു, നമ്മളവരെ കാണുന്നില്ല. ആര് വിളിച്ചിട്ടാണ് അവര് പോയത്? ഇങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ആരോടും ഒന്ന് പറയാതെ അസ്റായീൽ വീടിന്റെ വാതിൽ മുട്ടും, കോളിംഗ് ബെല്ലടിക്കും, പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിലും ഇടിച്ച് അകത്ത് കയറും. MT വാസുദേവൻ നായരുടെ ഒരു നോവലിൽ പറയുന്നുണ്ട് മരണത്തെ പറ്റി, രംഗബോധമില്ലാത്ത കോമാളി. എത്ര പരമാർത്ഥമാണ് യാഥാർത്ഥ്യം, സത്യം ആ വാക്ക്. MT പറയുന്നത് അങ്ങനെയാണ്, രംഗബോധമില്ലാത്ത കോമാളി, മരണം അങ്ങനെയാണ്. തസവ്വുഫിന്റെ കിതാബിൽ മുതസവ്വിഫീങ്ങൾ പറഞ്ഞത് ഹാദിമുൽ ലദ്ദാത്ത്, സകല രസങ്ങളെയും പൊട്ടിച്ചു കളയുന്ന അന്തകൻ എന്നാണ് മരണത്തെ പറ്റി പറയുന്നത്. എന്താ കാരണം? വീടെല്ലാം പണിയൊരുങ്ങി, അടുത്തയാഴ്ച ഹൗസ് വാമിംഗ് ആണ്, അടുത്ത മാസം ഹൗസ് വാമിംഗ് ആണ്, മക്കളോടൊന്നിച്ചൊന്ന് ജീവിക്കാൻ പോലും ഭാഗ്യം കിട്ടിയിട്ടില്ല. രംഗബോധമില്ലാത്ത കോമാളി വരുന്ന എത്രയോ സംഭവങ്ങൾ പത്രദ്വാര നമ്മൾ കണ്ടതാണ്. നമ്മളുണ്ട്, നമ്മുടെ പേരമക്കളുണ്ട്, അവരോടൊന്നിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ കാത്തിരിക്കുമ്പോ നമ്മുടെ അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം മരണം അത് രംഗബോധമില്ലാത്ത കോമാളിയാണ്. ഇതൊക്കെ എത്ര അർത്ഥങ്ങളാണ് നമുക്ക്. ഇന്നത്തെ ചരമകോളത്തിലെ വൃത്താന്തങ്ങളെല്ലാം നാളെ പ്രത്യക്ഷപ്പെടുന്ന പത്രദ്വാര വരുന്നത്. പിന്നെ പുതിയ ഫോട്ടോസാണ്, പുതിയ ആളുകളാണ്, പുതിയ ഇൻസിഡന്റാണ്. ഇങ്ങനതുണ്ടായി. ഈ പ്രോസസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഇടയിൽപ്പെട്ട ആൾക്കാരാണ് ഈ കൂടിയ നമ്മളൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ. അല്ലാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.